ഹലോ, വെൽക്കം ടു ഒരു പുതിയ വീഡിയോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വലുതായിട്ടൊന്നുമില്ല. ഞാൻ പേർപ്പിളിൽ നിന്ന് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീന് കുറച്ച് കാലങ്ങൾക്ക് ശേഷം റീസ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ പെട്ടിപ്പൊട്ടിക്കൽ ചടങ്ങാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ പൊട്ടിച്ചായിരുന്നു. അതായത് ചെറിയൊരു ക്യൂരിയോസിറ്റിയുടെ ഇഷ്യൂ ഉള്ളതുകൊണ്ടോ പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ സാധനങ്ങളും ഉണ്ടോ നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തായിരുന്നു. പക്ഷെ എല്ലാ സാധനങ്ങളും ഐറ്റംസ് ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. അതുപോലെ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിൽഗ്രിമിന് ഒരു സിറം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അതുപോലെ തന്നെ പേർപ്പിളിന് കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസറും സീറവും അങ്ങനെ എന്തൊക്കെയോ കുറേ ഐറ്റംസ് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രോപ്പറായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് എല്ലാവർക്കും വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്ന് പോലെ ആയിപ്പോവും. കാരണം എൻ്റെ സ്കിന്ന് ഡേ ബൈ ഡേ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ടൈം വരെ നമുക്ക് കറക്റ്റ് സ്കിൻ കെയർ റൂട്ടീനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു ഡിഗ്രി ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ബാക്കിയുള്ളവരുടെ സ്കിന്നൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു, നമ്മുടെ സ്കിന്ന് മാത്രം ഭയങ്കര മോശമായിട്ട് പോകുന്നു കണ്ടപ്പോൾ പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളൊരു തോട്ടിലോട്ട് വരുമല്ലോ. അങ്ങനെ ഒരു സ്കിൻ കെയർ റൂട്ടീൻ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു എന്താ പറയുക, ഒരു നല്ല റേറ്റുള്ള സാധനം യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, ക്ലെൻസർ അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അതൊക്കെ ഇല്ലേ. അതാണ് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന രണ്ടൈറ്റം കേട്ടോ. പക്ഷേ ഈ രണ്ടൈറ്റം നമുക്ക് പോകെ അഫോർഡബിൾ അല്ല എന്ന് അറിയുന്നതിനോട് കൂടി നമ്മൾ ആ സാധനം അവിടെ വെച്ച് നിർത്തുകയാണ്. കാരണം നമുക്കറിയാം, ഒരു തൗസൻഡ് അല്ലേ, അതിൻ്റെ 1000 രൂപ എന്തോ ഉണ്ട് അതിൻ്റെ ക്ലെൻസറിനും അതുപോലെ തന്നെ മോയ്സ്ചറൈസറിനൊക്കെ. അപ്പം അത് അവിടെ വെച്ച് നിർത്തി. പിന്നെ എനിക്ക് തോന്നി അഫോർഡബിൾ ആയിട്ട് എന്തെങ്കിലും നമ്മൾ മേടിച്ച് വെക്കണം. നമ്മുടെ സ്കിന്നിന് വേണ്ടി കുറച്ച് ക്യാഷ് ഇറക്കിയാൽ മാത്രമാണ് സ്കിൻ അടിപൊളിയായിട്ട് ഇരിക്കുള്ളൂ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. കാരണം ബ്ലാക്ക് ഹെഡ്സ് വരാൻ തുടങ്ങി, വൈറ്റ് ഹെഡ്സ് വരാൻ തുടങ്ങി, അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ കൈവിട്ട് പോകാൻ തുടങ്ങി, ഭയങ്കര കുരു ഒക്കെ വരാൻ തുടങ്ങി, പിമ്പിൾസ് ഭയങ്കരമായിട്ട് വരിക. കാരണം എന്താണ്, നമ്മളിങ്ങനെ ഈ ടാൻ അടിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മേക്കപ്പ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര മോശം കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഇതിനൊരു കറക്റ്റ് കെയർ നമുക്ക് കൊടുക്കുന്നില്ലല്ലോ. അപ്പം ഞാൻ ഓർത്തു നമുക്ക് കറക്റ്റ് ഒരു സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. കുറച്ച് ക്യാഷ് അങ്ങോട്ട് ഇടാം, പണം പോട്ടെ പവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അന്നത്തെ കാലം ഒരു 2 വർഷം ഒക്കെ ആയിട്ടുണ്ടാവും. അതായത് നല്ലൊരു ക്ലൻസർ, സെറ്റഫിലിൻ്റെ ക്ലൻസർ, അതുപോലെ തന്നെ മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസർ, മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ, ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറം, സാലിസിലിക് സിറം, അതുപോലെ തന്നെ പിൽഗ്രിമിൻ്റെ ടോണർ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ വന്നു കേട്ടോ. എൻ്റെ വൈറ്റ് ഹെഡ്സ് കുറഞ്ഞു, ബ്ലാക്ക് ഹെഡ്സ് കുറഞ്ഞു. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് വരുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ കുറഞ്ഞു, പിമ്പിൾസ് നല്ല രീതിക്ക് കുറഞ്ഞു, ഒരു ഗ്ലോ വരാൻ തുടങ്ങി സ്കിൻ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു. പിന്നെ കുറേ ആയപ്പോൾ കയ്യിൽ ക്യാഷ് കമ്മിയായപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. കാരണം പതിയെ എല്ലാ ഐറ്റംസും ഞാൻ മേടിക്കൽ നിർത്തി കേട്ടോ. അങ്ങനെ നിർത്തി ഇതായി ടൈമായി. നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ചായി, മാസങ്ങളോളായി. അപ്പോൾ സ്കിന്നിപ്പോൾ കൈവിട്ട് പോകാൻ തുടങ്ങി, എൻ്റെ ഇതില്ലാത്തൊരു സ്കിന്ന് വരാൻ തുടങ്ങി. കാണുന്നവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുക, എന്താ ഭയങ്കരമായിട്ട് കറുത്തു പോയല്ലോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായി പോയല്ലോ, ക്ഷീണാണല്ലോ മുഖത്ത്, എന്തോരം കുരുവാണ് വരുന്നത്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് പിടിച്ചു കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി, കുറേ പേര് പറയും നീ കണ്ണീ കണ്ടതൊക്കെ മുഖത്ത് വാരി വലിച്ച് തേച്ചിട്ടാണ് ഇങ്ങനെ ആവുന്നുള്ളത്. അവരുടെ ഞാൻ പറയും, ഞാനൊന്നും തേക്കാത്തതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞാൽ പോലും അവർ അംഗീകരിക്കില്ല. കുറച്ചുകാരും ഇങ്ങനെ പറയാൻ തുടങ്ങി, നമ്മൾ സ്കിന്നെ ശ്രദ്ധിക്കേണ്ട അപ്പം ശ്രദ്ധിക്കേണ്ട ബനം. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു. കുറച്ച് ക്യാഷ് പോയാലും വേണ്ടില്ല പറഞ്ഞിട്ട്, കുറച്ച് പോയാലും വേണ്ടില്ല പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ സ്കിൻ സെറ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ സ്കിന്ന് നോക്കിയാൽ വളരെ മോശം കൊണ്ടിരിക്കുക കണ്ടോ. പിമ്പിൾസ് രണ്ട് സൈഡിലും ഇഷ്ടം പോലെ പിമ്പിൾസ്, താടിയിൽ, നെറ്റിയിൽ ഒക്കെ വരാൻ തുടങ്ങി. ഇവിടെയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഫൈനലി ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത്. അതിൽ മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് മാത്രമായിട്ട് ഞാൻ മുമ്പ് യൂസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാരണം ഡെർമാക്കോഡ് ഒന്നും മേടിക്കാൻ കറൻ്റ്ലി എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് അത്രയും സെറ്റ് ആയിട്ട് അതൊക്കെയാണ്. അപ്പോൾ ആ 2 ഓർഡർ വന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ഞാൻ, ചിലതൊക്കെ എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ യൂസ് ചെയ്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. പെട്ടി പൊട്ടിക്കാം. ഫസ്റ്റ് നമുക്ക് ചെറിയ സാധനം പൊട്ടിക്കാം അല്ലേ. ലെറ്റ്സ് ഒന്നല്ലേ ഉള്ളൂ, വേഗം കഴിയും. അപ്പോൾ ഇത് നമ്മുടെ പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ. പിൽഗ്രിമിൻ്റെ ഞാൻ കണ്ടല്ലേ, നേരത്തെ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. പിന്നീട് അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിൽഗ്രിമിൻ്റെയിൽ പീലിംഗ് സൊല്യൂഷൻ അങ്ങനത്തെ ഒരു സിറാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. പീലിംഗ് സൊല്യൂഷൻ, അതായത് 25% AHA ഉണ്ട്, 2% BHA ഉണ്ട്, 5% PHA പീലിംഗ് സൊല്യൂഷൻ. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട്. ഞാൻ കുറേ നല്ല രസം കൂടെ കാണാനായിട്ട്. നല്ലൊരു എന്താ പറയുക, ഇതെന്ത് കളർ, പിങ്ക് റെഡ് കളറിലാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വലിയ പറ്റി പേർപ്പിൾ ഫസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ്. ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ
ഇതാണ് ഞാനൊരു 1.5 കൊല്ലത്തോളമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഇത് രണ്ടും മിനിമലിസ്റ്റിൻ്റെ മോയ്സ്ചറൈസറും മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീൻ. എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്, നല്ലതാണ്, എൻ്റെ സ്കിന്നിന് സെറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. വൈറ്റമിൻ B5 10% മോയ്സ്ചറൈസർ ആണ്, വിത്ത് കോപ്പർ, സിങ്ക്, മാഗ്നീഷ്യം, ഹൈഡ്രോണിക് ആസിഡ്, ബെറ്റൈൻ. ലൈറ്റ് വെയിറ്റ് ആണ്, ഓയിൽ ഫ്രീ ആണ്, ഫോർ ഓയിലി കോമ്പിനേഷൻ സ്കിന്നാണ് വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ലതാണ്. അതുപോലെ തന്നെ SPF 15 സൺസ്ക്രീൻ ആണ്, വിത്ത് നയാസിനമൈഡ്. അതുപോലെ തന്നെ വിറ്റമിൻ B5 ഉണ്ട്, വിറ്റമിൻ F ഉണ്ട്, ബ്രോഡ് സ്പെക്ട്രം ആണ്, PA++++ ഫോർ ഓൾ സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് രണ്ടുമാണ് ആ സാധനം, അടിപൊളിയാണ്. അടുത്തൊരു സാധനം എന്ന് പറയുന്നത് എന്താ, യെസ്, ഫേസ് വാഷ്. പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ, പിൽഗ്രിമിൻ്റെ വിറ്റമിൻ C ജെൽ ഫേസ് വാഷ് ആണ്. കക്കാഡു, പ്ലം ആൻഡ് ലൈം പേൾ, ഇതാണ് ഇതിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊടുക്കാം, ആ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1.5 കൊല്ലത്തോളം നല്ലതാണ്, എനിക്ക് വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു ഫണ്ട് കയ്യിലില്ലാത്തത് കൊണ്ട്, അതുപോലെ തന്നെ പിൽഗ്രിമിൻ്റെ ഇത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു. 2 കാരണം കൊണ്ടുമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. പിന്നെ വേറെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പിൽഗ്രിമിൻ്റെ ടോണർ, വൈറ്റമിൻ C ടോണറാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. നല്ലതാണ്, നല്ല റിഫ്രഷിംഗ് ആണ്, അടിപൊളിയാണത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വൈറ്റമിൻ സിയുടെ ടോണറല്ല ഓർഡർ ചെയ്തിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അപ്പോൾ സീറോ ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വൈറ്റമിൻ C കണ്ടന്റ് എവിടെയെങ്കിലുമൊക്കെ കിടന്നോട്ടെ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സംഗതിയാണ്. അടുത്തത് യെസ്, ടോണർ, ഗുഡ് വൈബ്സിന്റെ ടോണറാണിത്. ഓക്കെ, കാണുന്നത് ഓയിൽ കൺട്രോൾ ടോണറാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ അഫോർഡബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രീൻ ടീയുടെ ആണ്. ഗ്രീൻ ടീയുടെ സാധനത്തിൽ ഞാൻ ഫസ്റ്റ് ടൈമായി യൂസ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഉണ്ടാകുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അതുപോലെ ഓയിൽ കൺട്രോൾ ആണെന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ്. ഗുഡ് വൈബ്സ് ഓൾമോസ്റ്റ് നല്ലൊരു റിവ്യൂ ഉള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ബ്രാൻഡാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഗുഡ് വൈബ്സിൽ ഓർഡർ ചെയ്തത് കൊള്ളാമെന്ന് തോന്നുന്നു. ഓക്കെ, അടുത്തത് കുഞ്ഞു സാധനമാണ് കേട്ടോ. ഇപ്പം എല്ലാവരും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് നമ്മുടെ റോസ്മേരി, ആൽപ്സ് ഗുഡ്നസിൻ്റെ റോസ്മേരി വാട്ടർ. എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനൊക്കെ അടിപൊളിയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വാട്ടർ മേടിച്ചില്ല, ഓയിലാണ് മേടിച്ചത്. റോസ്മേരി ഓയിലാണ് മേടിച്ചത്. എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാമല്ലോ. ലൈക്ക് വാട്ടർ ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോയാലോ. അപ്പോൾ എനിക്കൊരു ഓയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതെന്ന് പറയുന്നത് ഇതും പിൽഗ്രിമിൻ്റെ ആണ് കേട്ടോ. ഇത് പിൽഗ്രിമിൻ്റെ സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ്, ഓയിൽ കൺട്രോൾ സിറം ആണ്. ഓക്കെ, അപ്പോൾ ഇത് സാലിസിലിക് ആയിട്ട് മാത്രം മേടിക്കേണ്ട, രണ്ടും ഇരുന്നോട്ടോ. ഓയിൽ കൺട്രോൾ അല്ലേ, ഓയിലി സ്കിൻ അല്ലേ പറഞ്ഞിട്ട് ഞാൻ രണ്ടും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഫ്രീ ഓഫറാണ് കേട്ടോ. ഓഫറിനെന്തോ കിട്ടിയ സാധനമാണിത്. എന്താ വെച്ചാൽ 2% ഹൈഡ്രോണിക് ആസിഡ്, ഹൈഡ്രേഷൻ, സൂപ്പർ സിറം. ഇത് ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ്, പക്ഷെ ഇത് മെയിൻലി ഡ്രൈ സ്കിന്നിനാണെന്നാണ് എന്നോട് അനുമാനം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. അതായത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസറും നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാത്രമേ എനിക്ക് കറക്റ്റായിട്ട് ഇതിൽ പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി ഈ പിൽഗ്രിമിൻ്റെ പ്രൊഡക്റ്റ്, അതുപോലെ ഗുഡ് വൈബ്സിൻ്റെ ടോണർ. പിൽഗ്രിമിൻ്റെ ടോണർ എനിക്ക് അടിപൊളിയായിരുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിച്ച് മേടിച്ച സാധനമാണ്. ബാക്കിയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓയിൽ ടോണർ, ഗുഡ് വൈബ്സിൻ്റെ അത് ഓയിൽ കൺട്രോൾ ടോണർ നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. ഫേസ് വാഷ് നോക്കിയിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ റോസ്മേരി ഓയിൽ, അത് ട്രെൻഡിങ് ആണ്. റോസ്മേരി അല്ലേ, ചതിക്കാണ്ടിരിക്കില്ല, നല്ലതായിരിക്കും. സ്കാൽപ്സിനൊക്കെ ഹെയർ ഗ്രോത്തിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ കമ്മിങ് വീഡിയോസിലിടാം. എങ്ങനെയാണ് എല്ലാവരും ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ എടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ വളരെ മോശമാണ് സ്കിന്നിന്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അടിപൊളിയാണല്ലോ, എൻ്റെ എന്തെങ്ങനെ ഇരിക്കുന്നത് നമ്മളിനി എത്ര വിചാരിച്ചിട്ടുണ്ടാകില്ല. കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും നമ്മളെ സെൽഫ് കെയറിനും നമ്മൾ കുറച്ചൊന്ന് സെറ്റാക്കിയാൽ മാത്രമാണ് നമ്മൾ അടിപൊളിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ വരെയുള്ളൂ. ബൈ.